Good afternoon. Today we are discussing about the airport marking. So airport marking generally lines and numbers ആണ് ഉണ്ടാവുക. ഓക്കെ, റൺവേസ് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അത് വൈറ്റ് കളറിലും ഏപ്രൻസ് ആൻഡ് ടാക്സി വേസിന് നമ്മൾ യെല്ലോ കളറുമാണ് യൂസ് ചെയ്യുക. ജനറലി ദർ ആർ 6 ടൈപ്പ് ഓഫ് മാർക്കിങ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ നീഡ് ഫോർ പ്രൊവൈഡിങ് ദീസ് മാർക്കിങ്സ് എന്നാണ്. സോ നമുക്ക് എയർക്രാഫ്റ്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർ മൂവ്മെൻറ്റ് ഓഫ് എയർക്രാഫ്റ്റിനായിട്ട്, അതല്ലെങ്കിൽ ഫോർ റെക്കഗ്നൈസിങ് വേരിയസ് എയർപോർട്ട് എലമെൻറ്റ്സ്, ഓരോരോ എലമെൻറ്റ്സിനെ പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ടു എൻഷുർ സേഫ്റ്റി, ആക്സിഡൻ്റ് ഒന്നും കോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് വൺ ഈസ് ടു മെയിൻറ്റെയിൻ ഓർഡർലി ഫ്ലോ ഓഫ് ദ എയർക്രാഫ്റ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടു ഐഡൻറ്റിഫൈ ദ വിൻഡ് ഡയറക്ഷൻ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. These are the type of markings provided: apron marking, land direction indicator, runway marking, shoulder marking, taxiway marking and wind direction indicator markings. So ഇതാണ് നമ്മൾ 6 type of markings എന്ന് പറയുന്നത്. So first we discuss about the apron marking. So apron marking എന്ന് പറയുമ്പോൾ apron നമുക്കറിയാം നമ്മുടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓപ്പറേഷൻസ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോസിനായിട്ട് നമ്മൾ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഏപ്രൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റൺവേയിൽ നിന്ന് എയർക്രാഫ്റ്റിനെ ആ ഒരു ഏപ്രണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം. സോ നമുക്ക് അറിയാം നമ്മുടെ എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് 2 ഗിയർ അറേഞ്ച്മെൻറ്റ് കാര്യം പറഞ്ഞായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് എ നോസ് ഗിയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ മെയിൻ ഗിയേഴ്സ്. സോ ആ നോസ് ഗിയർ എന്ന് പറയുന്നത് ആ ഒരു ഇനീഷ്യൽ പോയിൻറ്റ്, ആ ഒരു ബിഗിനിങ് പോയിൻറ്റ്, നോസ് പോയിൻറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗിയർ അറേഞ്ച്മെൻ്റ് ആണ്. സോ അപ്പോൾ ആ നോസ് ഗിയറിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ആ ഒരു ഏപ്രൺ ആ ഒരു പ്രോപ്പർ പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. സോ അതിനായിട്ടാണ് നമ്മൾ ഏപ്രൺ മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജനറലി അത് യെല്ലോ കളറായിരിക്കും ആ ഒരു മാർക്കിങ്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എയർക്രാഫ്റ്റിൽ ഫ്യൂവൽ സ്പില്ലേജ് ഉണ്ടാവും. സോ അത് കറസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ ഫ്യൂവൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ്റ് ആയിരിക്കും നമ്മൾ ഏപ്രൺ മാർക്കിങ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു ഫിഗറിന് അക്കോർഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് കളറിൽ കാണാൻ പറ്റും, യെല്ലോ കളറായിട്ടുള്ള ഏപ്രൺ മാർക്കിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഫിഗറിൽ ആ ഒരു യെല്ലോ കളർ മാർക്കിങ്ങിന് അക്കോർഡിംഗ് ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ നോസ് പോയിൻ്റ് ഗൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് ലാൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, അതായത് ലാൻഡിങ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കിംഗ് ആണ് ലാൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. സോ അതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ കളർ ബോട്ടം മോസ്റ്റ് ഫിഗറിൽ കാണാൻ പറ്റും ഒരു സെഗ്മെൻറ്റഡ് സർക്കിളുണ്ട്. ഓക്കെ, ആ ഒരു സെഗ്മെൻറ്റഡ് സർക്കിളിനുള്ളിൽ ഒരു ആരോ കാണാൻ പറ്റും. അതൊരു ആരോ ആവാം, അല്ലെങ്കിൽ ഒരു ടി ഷേപ്ഡ് യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്ലോസ് പോയിൻറ്റിൽ ഒരു റൺവേ കാണിച്ചിട്ടുണ്ട്. ആ റൺവേൻ്റെ ഡയറക്ഷനാണ് നമുക്ക് ആ ഒരു ആരോ അല്ലെങ്കിൽ ആ ഒരു ടി ഷേപ്ഡ് യൂണിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സെഗ്മെൻറ്റഡ് സർക്കിളിനുള്ളിലായിരിക്കും. ഓക്കെ, സോ അത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലായിരിക്കും. നൈറ്റ് ടൈമിൽ അത് ലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം നൈറ്റ് ടൈമിൽ അത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അത് നൈറ്റ് ടൈമിൽ ലൈറ്റഡ് ആയിരിക്കും. ആ ടി ഷേപ്ഡ് യൂണിറ്റിൻ്റെ ഡയമെൻഷൻസ് ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇത് അത് ഫിഗേഴ്സാണ്. അതിൽ ബോട്ടം മോസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ ആ ഒരു ടി ഷേപ്ഡ് യൂണിറ്റ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ലൈറ്റ് ചെയ്തിട്ടത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സെഗ്മെൻറ്റഡ് സർക്കിളും അതിനുള്ളിൽ ഒരു ആരോ അല്ലെങ്കിൽ ടി ഷേപ്ഡ് യൂണിറ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ലാൻഡിങ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ റൺവേ മാർക്കിങ്സ്. റൺവേ മാർക്കിങ്സിൽ ജനറലി 3 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെൻറ്റർ ലൈൻ മാർക്കിംഗ്, സെക്കൻഡ് വൺ ഈസ് ദ റൺവേ എഡ്ജ് സ്ട്രിപ്സ് ആൻഡ് തേർഡ് വൺ ഈസ് ദ റൺവേ നമ്പറിങ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻറ്റർ ലൈൻ മാർക്കിംഗ്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും, സെൻറ്ററിൽ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ള അതിനെയാണ് സെൻറ്റർ ലൈൻ മാർക്കിംഗ് എന്ന് പറയുന്നത്. The line of runway is represented by broken strip running through entire length of the runway.
ഇത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ആ ഡോട്ടഡ് ലൈനായിട്ട് ബ്രോക്കൺ സ്ട്രിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അതിനെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ആയിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ഗ്യാപ്പ് ഓർ 30 മീറ്റർ വിച്ച് എവർ ഈസ് എ ഹയർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൺവേൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. റൺവേ മാർക്കിങ്ങിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് റൺവേ എഡ്ജ് സ്ട്രിപ്സ് ആയിരിക്കും. സോ റൺവേ എഡ്ജ് സ്ട്രിപ്സ് എന്ന് പറയുന്നത് നമുക്ക് റൺവേൻ്റെ 2 ബോർഡർ ലൈൻസിലും കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മാർക്കിങ്ങിനാണ്. ഇപ്പോൾ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ആ ഒരു ബോർഡേഴ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനെയാണ് റൺവേ എഡ്ജ് സ്ട്രിപ്സ് എന്ന് പറയുന്നത്. സോ റൺവേ വിഡ്ത്ത് 45 മീറ്ററിനെ എക്സീഡ് ചെയ്യുന്ന കേസസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റൺവേ എഡ്ജ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 19 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് കണ്ടിന്യൂസ് ലൈനായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് നിയർ എഡ്ജസ്. ഓക്കെ, അത് 2 സൈഡിലും റൺവേൻ്റെ 2 എഡ്ജസിലും നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ലൈൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് റൺവേ നമ്പറിങ്. അതിൽ നിങ്ങൾക്ക് കാണാം 24 എന്നൊരു നമ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് റൺവേ നമ്പറിങ് എന്ന് പറയുന്നത്. ഓക്കെ, റൺവേ മാർക്കിങ്ങിലെ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് റൺവേ നമ്പറിങ് ആണ്. ഓക്കെ, അത് ആ ഒരു നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് അസിമുത്താണ്. ദാറ്റ് ഈസ് ദ ആംഗിൾ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ദ നോർത്ത് ഓഫ് ദ റൺവേ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലാൻഡിങ്. ആ ഒരു മാഗ്നറ്റിക് അസിമുത്താണ് ആ ഒരു നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഫിഗറിൽ സെൻറ്റർ ലൈൻ കാണാൻ പറ്റും, എഡ്ജ് സ്ട്രിപ്പ് ലൈൻസ് കാണാൻ പറ്റും, ആ ഒരു നമ്പറിങ് കാണാൻ പറ്റും. ഇത് കൂടാണ്ട് അഡീഷണലായിട്ട് നമുക്കുള്ളത്, സോ ഇത് കൂടാണ്ട് റൺവേ മാർക്കിങ്സിൽ നമുക്ക് 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. ടച്ച് ഡൗൺ മാർക്കിങ്സ് ആൻഡ് ത്രെഷോൾഡ് മാർക്കിങ്സ്. അതിൽ ടച്ച് ഡൗൺ മാർക്കിങ്സ് എന്താണെന്ന് നോക്കാം. അത് നമ്മൾ ടച്ച് ഡൗൺ സോൺസിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ടച്ച് ഡൗൺ സൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു മാർക്കിംഗ്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എ സീരീസ് ഓഫ് സ്ട്രിപ്സ് ആയിരിക്കും വിച്ച് ഈസ് അറേഞ്ച് സിമെട്രിക് ടു ദ സെൻറ്റർ ലൈൻ സച്ച് ദാറ്റ് ഇറ്റ്സ് നമ്പർ ഡിക്രീസസ് ഗ്രാജുവലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലാൻഡിങ്. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും. അതായത് ആ സെൻറ്റർ ലൈനിൽ നിന്ന് മുന്നോട്ട് പോകും തോറും ഇപ്പം ഇവിടെ 3 സ്ട്രിപ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ എന്ന് പറയുന്നത് 2 സ്ട്രിപ്സ് ആയിരിക്കും. അങ്ങനെ അത് കുറഞ്ഞു വരുന്ന രീതിക്കായിരിക്കും അവിടെ ടച്ച് ഡൗൺ സോൺ മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ സ്പേസിങ്ങും അതിൻ്റെ ലെങ്തും സ്ലൈഡ്സിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഫിഗറിന് അക്കോർഡിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടച്ച് ഡൗൺ മാർക്കിങ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ആ ഒരു പോയിന്റിൽ 3 സ്ട്രിപ്സ് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ആ ഒരു പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2 സ്ട്രിപ്സ് ആണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ അത് കുറഞ്ഞു വരുന്ന രീതിക്കായിരിക്കും നമ്മൾ ടച്ച് ഡൗൺ മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രെഷോൾഡ് മാർക്കിങ്സ് ആണ്. ത്രെഷോൾഡ് മാർക്കിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ റൺവേൻ്റെ എൻഡിൽ നിന്ന് 6 മീറ്റർ മാറി ഒരു പാരലൽ സീരീസ് ഓഫ് ലൈൻസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കിങ്ങിനെയാണ് ത്രെഷോൾഡ് മാർക്കിങ്സ് എന്ന് പറയാം. ആ ഒരു സ്ട്രിപ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.6 മീറ്ററും സ്പേസിംഗ് എന്ന് പറയുന്നത് 0.9 മീറ്ററും ആയിരിക്കും. ദാറ്റ് ഈസ് പ്ലേസ് സിമെട്രിക്കലി ഓൺ ഐദർ സൈഡ് ഓഫ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ റൺവേ. ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 മീറ്റർ ആയിരിക്കും. ഇപ്പോൾ ഫിഗറിന് അക്കോർഡിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു എൻഡിൽ 6 മീറ്റർ മാറി ആ ഒരു എൻഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ് ത്രെഷോൾഡ് മാർക്കിങ്സ് എന്ന് പറയുന്നത്. സോ അതിൽ സെൻട്രൽ ലൈൻ കാണിച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് റൺവേ നമ്പറിങ്ങിൽ ആ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അസിമുത്തിനെയാണ്, മാഗ്നറ്റിക് അസിമുത്തിനെയാണ്. പിന്നെ നമുക്ക് ടച്ച് ഡൗൺ സോൺസിൽ പ്രൊവൈഡ് ചെയ്ത മാർക്കിങ്സ് അറിയാം, അതും അതിൽ കാണിച്ചിട്ടുണ്ട്. സോ അതിൽ ഡിസ്പ്ലേസ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഡിസ്പ്ലേസ് ത്രെഷോൾഡ് ഇസ് വൺ വിച്ച് ഹാസ് ബീൻ മൂവ്ഡ് അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് ഓഫ് ദ റൺവേ. അതിനെയാണ് ഡിസ്പ്ലേസ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പാരലൽ ആയിട്ടുള്ള റൺവേസ് ഉണ്ട്. അതായത് നമുക്ക് ഒരു റൺവേ അല്ല, പാരലൽ ആയിട്ട് ഒന്നിൽ കൂടുതൽ റൺവേസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ലാൻഡ് ചെയ്യുന്ന റൺവേസ് ഉണ്ടെങ്കിൽ, സെയിം ഡയറക്ഷനിൽ ലാൻഡ് ചെയ്യുന്ന റൺവേസ് ഉണ്ടെങ്കിൽ അതിനെ ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഡിനോട്ടേഷൻസ് കൊടുക്കും, ലെറ്റേഴ്സ് കൊടുക്കും. സോ 2 പാരലൽ റൺവേസ് ആണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള L and R കൊടുക്കും. 3 പാരലൽ റൺവേസ് ആണെങ്കിൽ LCR കൊടുക്കും.
അങ്ങനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിനോട്ടേഷൻസ്, ആ ഒരു ലെറ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ആ ഒരു ഫിഗർ നോക്കുക, നിങ്ങൾക്ക് 3 റൺവേ പാരലായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ മാർക്കിങ്സ് ആണ്. അതിൽ നമുക്ക് 2 കേസസ് വരും. ഒന്ന് റൺവേ ഷോൾഡേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ 45 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഡയറക്ഷൻ ഓഫ് ദ എയർക്രാഫ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. 45 ഡിഗ്രീസിലുള്ള ലൈൻസ് ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ടാക്സി വേ അല്ലെങ്കിൽ ഹോൾഡിംഗ് ഏപ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷോൾഡേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് എയർക്രാഫ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ജനറലി യെല്ലോ കളറിലാണ് അത് മാർക്ക് ചെയ്യുക. വിഡ്ത്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്ററും 30 മീറ്റർ എപ്പാർട്ടായിട്ടായിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യുക. അത് കൂടാണ്ട് നമുക്ക് ബ്ലാസ്റ്റ് പാഡ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വി ഷേപ്ഡ് ലൈൻസ്, ആ ഒരു ഫിഗറിൽ ബോട്ടത്തിൽ കാണാൻ പറ്റും. അങ്ങനെ വി ഷേപ്ഡ് ലൈൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ഈ ഒരു ഫിഗറിൽ ഷോൾഡർ മാർക്കിംഗ് കുറച്ചും കൂടി ക്ലിയർ ആവും. അതിൽ ബ്ലാസ്റ്റ് പാഡ് കാണാൻ പറ്റും. അവിടെ നമുക്ക് വി ഷേപ്ഡ് മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൺവേ ഷോൾഡേഴ്സ് ആണെങ്കിൽ റൺവേ ഷോൾഡേഴ്സ് 45 ഡിഗ്രീസിലും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാക്സി വേ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ ദീസ് ആർ ദ അതർ ഫിഗേഴ്സ് ഓഫ് ഷോൾഡർ മാർക്കിങ്സ്. അതിൽ കാണാൻ പറ്റും യെല്ലോ കളർ മാർക്കിങ്സ് നോക്കുക. ടാക്സി വേസ് ആണെങ്കിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടും റൺവേസ് ആണെങ്കിൽ നമ്മൾ ഇൻക്ലൈൻ 45 ഡിഗ്രീസിലായിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. Next we are discussing about the taxiway markings. So single continuous 15 cm യെല്ലോ സ്ട്രിപ്പാണ് നമ്മൾ സെൻട്രൽ ലൈൻ ഓഫ് ടാക്സിവേ മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ 3 കേസസ് വരാം. ഒന്ന്, ഫസ്റ്റ് നമ്മുടെ ടാക്സിവേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് റൺവേൻ്റെ എൻഡിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ലൈൻ ഓഫ് ടാക്സിവേ ഈസ് ടെർമിനേറ്റഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ റൺവേ. അതൊരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സി വേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എഡ്ജിലല്ല, വേറെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് റൺവേയിലായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. തേർഡ് കേസ് എന്ന് പറയുന്നത് ഒരു ടാക്സി വേ വേറൊരു ടാക്സി വേ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ലൈൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോവുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ അതിൽ ആ ഗ്രീൻ കളർ ഫിഗറിന് അക്കോർഡിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതാണ് ഫസ്റ്റ് കേസ്. അതായത് നമ്മുടെ ടാക്സി വേ മീറ്റ് ചെയ്യുന്നത് റൺവേൻ്റെ എൻഡ് പോയിൻറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ സോ ആ ഒരു ടാക്സി വേ എന്ന് പറയുന്നത് ആ ഒരു റൺവേൻ്റെ ആ ഒരു പോയിൻ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത്. അറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാക്സി വേ വിത്ത് റൺവേ എൻഡ്സ് സെൻട്രൽ ലൈൻ ഓഫ് ടാക്സി വേ ഈസ് ടെർമിനേറ്റഡ് അറ്റ് എഡ്ജ് ഓഫ് ദ റൺവേ. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗറിന് അക്കോർഡിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടാക്സി വേ നമ്മുടെ റൺവേൻ്റെ എൻഡിനെയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ സോ അവിടെ കാണാൻ പറ്റും സെൻട്രൽ ലൈൻ ഓഫ് ടാക്സി വേ എന്ന് പറയുന്നത് ആ ഒരു പോയിൻ്റ് വരെ എഡ്ജ് ഓഫ് ദ റൺവേ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഫിഗർ എന്ന് പറയുന്നത് തേർഡ് കേസാണ്. അത് 2 ടാക്സി വേ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗറാണ് കാണിച്ചേക്കുന്നത്. അത് 2 സെൻട്രൽ ലൈനും കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു 2 ടാക്സി വേ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ആ ഒരു സെൻട്രൽ ലൈൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫിഗർ ആയിരിക്കും സെക്കൻഡ് കേസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ടാക്സി വേ നമ്മുടെ റൺവേൻ്റെ എൻഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ കേസിൽ സെൻട്രൽ ലൈൻ ഓഫ് ടാക്സി വേ ഈസ് എക്സ്റ്റെൻഡ് ടു സെൻട്രൽ ലൈൻ ഓഫ് ദ റൺവേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സെൻട്രൽ ലൈൻ ഓഫ് റൺവേ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡോട്ടഡ് ആയിട്ടുള്ള ബ്രോക്കൺ ലൈൻസ് വെച്ചിട്ടായിരിക്കും. സോ അപ്പം നമ്മുടെ ടാക്സി വേൻ്റെ സെൻട്രൽ ലൈൻ അതിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വിൻഡ് ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിൻഡ് കോൺ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് വിത്തിൻ ദ സെഗ്മെൻറ്റഡ് സർക്കിൾ ടുഗദർ വിത്ത് ദ ലാൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ലാൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റഡ് സർക്കിളിനുള്ളിൽ ഒരു ആരോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടി ഷേപ്ഡ് യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലാൻഡിങ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് ആ ഒരു സെഗ്മെൻറ്റഡ് സർക്കിളിനുള്ളിൽ തന്നെയായിരിക്കും നമ്മൾ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്യുക. ദ ലെങ്ത് ഓഫ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് 3.6 മീറ്ററും ഡയമീറ്റർ അറ്റ് ദ ലാർജർ എൻഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 90 സെൻറ്റിമീറ്റർ. അതാണ് അവിടുത്തെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്.
സോ ഇപ്പോൾ ആ ഒരു ഫിഗറിൽ നോക്കുക. സോ ഈ ഒരു ഫിഗർ ആ ഒരു ഐഡിയ ക്ലിയർ ആക്കും. അതിൽ നമുക്കൊരു സെഗ്മെൻറ്റഡ് സർക്കിളുണ്ട്. അതിനുള്ളിൽ ആ ഒരു ആരോ ഷേപ്പിൽ ഉള്ളത് ലാൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്ററാണ്. ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ വിൻഡ് കോൺ അല്ലെങ്കിൽ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ടുള്ളത് ഹോൾഡിംഗ് പൊസിഷൻ മാർക്കിംഗ് ആണ്. സോ അതിൽ നമുക്ക് 2 സോളിഡ് ലൈൻസും 2 ഡാഷ്ഡ് ലൈൻസും ഉണ്ടാവും. ഒരു ഫിഗറിൽ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കുക. 2 സോളിഡ് ലൈൻസും 2 ഡാഷ് ലൈൻസും ആണ് ഉള്ളത്. സോളിഡ് ലൈൻസ് ആർ ദ ഹോൾഡിംഗ് സൈഡ് ഓഫ് ദ മാർക്കിങ്സ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഹോൾഡിംഗ് പൊസിഷൻ മാർക്കിങ്സ് ഉള്ളത്. താങ്ക് യു.